ഇതോടെ അവസാനിക്കില്ലേ ബേബി? അവസാനമാണോ തുടക്കമാണോ എന്നറിയില്ല. Saturation aspect in this type of a shot has to go up. Okay. And then only will it. Okay. ഹലോ, ഒരു സ്ഥലം വരെ പോകണമായിരുന്നു. ഒന്ന് ഇറങ്ങാൻ പറ്റുമോ? എവിടെ? ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പ് ചെയ്യാം. ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ. ഫോട്ടോ കോപ്പിക്കാണോ സാറേ? പുസ്തകം വല്ലതാണെങ്കിൽ തന്നിട്ട് പോയിക്കോ, നാളെ എടുത്ത് വെച്ചേക്കാം. ലക്ഷ്യം ചെറുപ്പോ, കൂടെ ഓടാൻ വയ്യ. വിശ്വനാഥൻ, ഇതാരാന്ന് മനസ്സിലായോ? ശർമിള. രാധാമണിന്റെ അമ്മയുടെ കൂടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്നത് മാത്രമല്ല, എല്ലാത്തിനും എപ്പോഴും സഹായമായിട്ട് വിശ്വാമനുണ്ടായിരുന്നു. അമ്മ മരിച്ചപ്പോഴും ബന്ധുക്കളെക്കാൾ കൂടുതൽ കൂടെ ഉണ്ടായിരുന്നത് പുള്ളിയായിരുന്നു. പിന്നെ പയ്യെ പയ്യെ കോണ്ടാക്റ്റ് ഇല്ലാതെയായി. കുറച്ച് മുതിർന്നപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അമ്മയും മാമനും ഇഷ്ടത്തിലായിരുന്നില്ലെന്ന്. ബേബി, ബോധം വന്നിട്ടുണ്ട്. മോനല്ലേ? രാധമ്മയെ പറിച്ചു വെച്ച് പോരുണ്ട്. ഞാൻ ഡോക്ടർ ശാലിനി. ഷർമിളയുടെ കുട്ടിക്കാലത്ത് ഉറങ്ങിക്കിടക്കുമ്പോഴോ മറ്റോ കേട്ട ചില സംഭവങ്ങളെക്കുറിച്ച് അങ്കിളിനോട് ചോദിച്ചറിയണമായിരുന്നു. എന്താ അങ്കിൾ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് വളരെ സീരിയസ് ആണ്. ഷർമിള ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കേട്ട ആ കാര്യങ്ങൾ ഷർമിയുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുകയാണ്. ഏകദേശം 30 വർഷം മുമ്പ് നടന്ന ചില കൊലപാതകങ്ങൾ. ഷർമിള ഉറക്കത്തിൽ കേട്ടറിഞ്ഞ പോലെ ഇപ്പം മകനും.
നിങ്ങൾ ചെയ്തു കൂട്ടിയ ഓരോ പാതകവും ഞങ്ങൾക്കറിയാം. ഉറങ്ങരുതില്ല കുഞ്ഞ്. ആ അപ്പൂപ്പനാരാ? തന്നെ പോലെ വേറൊരു കഥാകാരൻ. ഞാനാരെയും വ്യക്തിപരമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പാർട്ടിയുടെ ശത്രുക്കളെ വകവരുത്താൻ, അതും നേരിട്ടല്ല, ഏകോപനം മാത്രം. സ്ഥലവും സന്ദർഭവും ആൾക്കാരെ ഒരുക്കി കൊടുക്കണം. യൂണിയൻ നേതാവായിരുന്നു. പിന്നെ ചെറുപ്പം, വലിയ ആഗ്രഹങ്ങൾ, ഒന്നിനും മടി തോന്നിയിരുന്നില്ല. രാധാമണി സ്ഥലം മാറി വന്നപ്പോ ആദ്യമായിട്ട് വേറെ ചില സ്വപ്നങ്ങൾ. രാധമ്മക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഭർത്താവ് മരിച്ചിട്ട് അധിക കാലമായില്ല. ബന്ധുക്കളും നാട്ടുകാരൊക്കെ എന്താ പറയാ, അന്നത്തെ കാലമല്ലേ. ഇന്നത്തെ പോലെയൊക്കെ തന്നെ. രാധമ്മ മനസ്സിൽ വന്നോടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളിൽ കുറ്റബോധം തോന്നി തുടങ്ങി. ചിലപ്പോ രാത്രി കുറെ കുടിച്ച് ബോധമില്ലാതെ രാധമ്മയുടെ വീട്ടിൽ കയറി ചെല്ലും. കുറെ കരഞ്ഞു പറയും എന്റെ ഒരു സമാധാനത്തിന്. അവള് ഉറങ്ങുന്ന കുഞ്ഞിനെയും മടി കിടത്തി വരാത്ത പടിയിൽ നിന്നെല്ലാം കേൾക്കും. ഒന്നും പറയൂല. നീയായിരുന്നു രാധാമണിക്കെല്ലാം. അവള് പോയെങ്കിലും നിന്നെ ഞാൻ മറന്നിട്ടില്ലാട്ടോ. എവിടെയെങ്കിലും നല്ല നിലയിൽ സന്തോഷമായിട്ട് കഴിയുന്നുണ്ടെന്ന് നീ നെഞ്ചിനകത്തുണ്ടായിരുന്നു. ശരിയായിരിക്കാം. പാർട്ടി പറഞ്ഞിട്ട് പാർട്ടിക്ക് വേണ്ടി. പക്ഷെ അതെല്ലാം കൊലപാതകങ്ങളാണ്. നാളെ രാവിലെ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യും. എന്നെ വിശ്വസിക്കണം. എന്റെ ഈ കൈ കൊണ്ട് ഞാൻ ആരും ഒന്നും ചെയ്തിട്ടില്ല. കുറ്റങ്ങൾ ഏറ്റുപറയേണ്ടത് പോലീസിനോടും കോടതിയോടുമാണ്.